മഴ ചെറുതായിട്ടൊന്ന് മാറി ഇവിടെയൊക്കെ ഇപ്പോൾ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചെറിയ വെയിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഹാങ് ചെയ്തിരുന്ന കുറച്ച് പോട്ട് പ്ലാന്റിനെ താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വച്ച ടൈം ആയപ്പോഴത്തേക്കും ദേ ആകാശത്ത് മഴക്കോൾ ഇരുണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇങ്ങനെ പ്ലാന്റിനെ ചുറ്റിപ്പറ്റി അങ്ങനെ നിന്നാട്ടോ. അപ്പോൾ ആ ടൈമിൽ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ പ്ലാന്റിൻ്റെയും പൂക്കളിൽ ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് എന്നും പോയി നോക്കാറുണ്ട്. കാരണം അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഓരോ പൂക്കളും ഇങ്ങനെ ഞാൻ തലേദിവസം കണ്ട പൂക്കളാണെങ്കിൽ കൂടിയും പിറ്റേന്നും ചെന്ന് അതിനെ ഇങ്ങനെ നോക്കാറുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു പ്ലാന്റാണ് ഈ ഒരു റെഡ് പെറ്റൂണിയ കേട്ടോ. റെഡ് പെറ്റൂണിയയും അതുപോലെ തന്നെ ഐവറിയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാ പെറ്റൂണികളും ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. വൈറ്റ്, പിങ്ക് എല്ലാത്തിനും അതിൻ്റേതായൊരു ഭംഗിയുണ്ട്. നോക്കൂ, നമ്മുടെ പെറ്റൂണിയ വയ്ക്കുമ്പോൾ സ്ഥിരം ഈ ഒരു പ്രശ്നം നമുക്കുള്ളതാണ്. ഏതെങ്കിലും പ്ലാന്റൊക്കെ ഇതുപോലെ കരിഞ്ഞും ഒക്കെ പോകാറുണ്ട്. പിന്നെയും നമ്മൾ വയ്ക്കുന്നതെന്ന് വെച്ചാൽ അത് ഇതുപോലെ പൂക്കൾ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കളറാകുമ്പോൾ കാണാനും അതിൻ്റേതായൊരു ഭംഗിയുണ്ട്. ഞാൻ ഓരോ പ്ലാന്റ്സിനെയും ഇതുപോലെയൊക്കെ നോക്കിയാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. ഒരു സമയത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് നമ്മുടെ പെറ്റൂണിയാസ് തന്നെയായിരുന്നു. പിന്നീട് ഞാനത് വളർത്തി മടുത്തപ്പോഴാണ് ഞാനതങ്ങ് മതിയാക്കിയത് കേട്ടോ. പിന്നെ ഒരുപാട് ആഗ്രഹിച്ച് കൊണ്ടുവന്നൊരു പ്ലാന്റാണ് നമ്മുടെ റെഡിൻ്റെ ഒരു പ്ലാന്റ്. അതെനിക്ക് ഫസ്റ്റ് കിട്ടിയത് ജെൻസ ചേച്ചിയുടെ നിന്നായിരുന്നു. പക്ഷെ അതെൻ്റെ മിസ്സായി കേട്ടോ. പിന്നെ കുറേ നാൾ കാത്തിരിപ്പിന് ശേഷം പിന്നെയും ഇതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സുകൾ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനൊരു പെറ്റൂണിയ, അതായത് റെഡ് കളർ ഉണ്ടെന്ന് അറിയുന്നത് നമ്മുടെ ഒരു അലീഷ എന്ന് പറയുന്ന കുട്ടി ചെയ്യുന്നല്ലോ, അവരുടെ വീഡിയോയിലാണ് ഈ ഒരു റെഡ് കളർ ഉണ്ടെന്ന് ഞാൻ കണ്ടത് ഫസ്റ്റ് ടൈം കേട്ടോ. പിന്നീട് ഞാൻ ആ കോൺടാക്റ്റ് നമ്പറിൽ, അവർ ആഡ് ചെയ്തിരുന്ന കോൺടാക്റ്റ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അന്നൊന്നും പ്ലാൻസ് കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ ഹാങ്ങിമീങ്കയുടെ കുറച്ച് പ്ലാന്റ്സാണ്. എല്ലാം ഇതുപോലെ ഇങ്ങനെ ചുരുണ്ട് മടങ്ങിയൊക്കെ പോകുന്നുണ്ട്. എന്താ റീസൺ എന്ന് അറിയില്ല കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് ആണോ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയതാണോ എന്നൊന്നും ഒരു പിടിയും ഇല്ല. നമ്മൾ കുറച്ച് പ്ലാന്റിനെ പോട്ട് ചെയ്യാനായിട്ട് പോട്ടിംഗ് മിക്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വെർമി കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സീഡോമോണസും കൂടെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിൽ NPKയുടെ റേഷ്യോ എല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള റേഷ്യോയിലാണ് ഇതിൽ NPK കണ്ടൻറ്റ് ഉള്ളത് കേട്ടോ. AB ടെക്കിൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാമേ. നമ്മുടെ പ്ലാന്റ്സിന് ഏതാ സെറ്റാവുന്നത് അത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ ആയിട്ടിരിക്കുന്ന 2 ഐവറിനെയും പിന്നെ ഈ വയലറ്റിനെയും പിന്നെ ഒരു വൈറ്റും കൂടി ഇതിനിടയ്ക്ക് എവിടെയോ ഉണ്ട് കേട്ടോ. ആ ഒരു പ്ലാന്റിനെയും കൂടിയാണ് പോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നൈറ്റ് സ്കൈയുടെ ഒരു പ്ലാന്റ് ഇടയ്ക്ക് ഇങ്ങനെ പോട്ട് നിൽപ്പുണ്ട് കേട്ടോ. അതും പോട്ട് ചെയ്യാറായിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് റൂട്ട് ഇറങ്ങാനുണ്ട്. ഇത് നമ്മുടെ ഒരു ഹാങ്ങിങ് വിങ്കയാണ് കേട്ടോ. ഒന്ന് വെച്ചപ്പോൾ ഒന്ന് പട്ടുപോയി. പിന്നെ നമ്മുടെ മില്യൻ മിൽസൊക്കെ ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു ബ്ലാക്കിൻ്റെ പെറ്റൂണിയ വിരിയുമ്പോൾ ഞാൻ ഈ വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. കാരണം നല്ല ഗ്രോത്തുള്ള പ്ലാന്റാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്റ്റെമ്മും ഒക്കെ ഇങ്ങനെ കട്ടിയുള്ള ടൈപ്പാണ്. എൻ്റെ ഉണ്ടായിരുന്ന ബ്ലാക്കിൻ്റെ സ്റ്റെമ്മിന് ഇത്രയും കട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഏതാണെന്ന് എനിക്ക് അറിയില്ല. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയത് കേട്ടോ. എന്തായാലും ഞാൻ നോക്കട്ടെ. ഇത് നമ്മുടെ ഡബിളിൻ്റെ വൈറ്റാണ്. ചകിരി കമ്പോസ്റ്റിലാണ് ഇരിക്കുന്നത്. പ്ലാന്റ് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ വിഷമിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 പ്ലാന്റ് ഞാൻ അഡീഷണലായിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒന്നിനെ ഞാൻ ഇന്ന് പോട്ട് ചെയ്യും, ഒന്ന് ഞാൻ അല്ലാണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ബ്ലാക്ക്ബെറി എന്ന് പറയും കേട്ടോ. അങ്ങനെ ഒരു പെറ്റൂണിയാണ്. അത് ഞാനിങ്ങനെ നുള്ളി എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. എന്തായാലും ഞാനത് അങ്ങനെ വിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ വെച്ചിട്ടുള്ള കുറച്ച് പെറ്റൂണിയുടെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് DAP എല്ലാ പ്ലാന്റ്സിനെയും ഡൈലൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പെറ്റൂണിയയ്ക്ക് തളിർപ്പും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിലാണ് പെറ്റൂണിയുടെ വളർച്ച കൂടുതലെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. നമുക്ക് ഒരു ഫ്ലോക്സിൻ്റെ പ്ലാന്റും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ പ്ലാന്റാണ്, ഫ്ലോക്സിൻ്റെ പ്ലാന്റ് കേട്ടോ. ഹാങ്ങിങ് വിങ്കേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഇത് ഇതുപോലെയാണ് ഇങ്ങനെ ചുരുണ്ട് മടങ്ങി പോകുന്നത്. എന്താ റീസൺ എന്ന് അറിയാമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എനിക്കറിയില്ല ഇതിൻ്റെ കറക്റ്റ് റീസൺ എന്താണെന്ന്, അതാട്ടോ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളൊക്കെ. എനിക്കൊരു വൈറ്റ് ഫ്ലോക്സും കൂടെ എവിടെ നിന്നെങ്കിലും കളക്ട് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് മില്യൻ മിൽസൊക്കെ
എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അറിയുന്നുള്ളവർ ഒരുപാട് സെയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് വലിയ വശം ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ ഫീൽഡിലോട്ട് ഭയങ്കരമായിട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് ഇപ്പോൾ തയ്യാറെടുക്കുന്നില്ല. കാരണം പ്ലാൻസ് നമ്മൾ ഒരുപാട് വെച്ച് നോക്കി, പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് സെറ്റ് ആവുന്നില്ല കേട്ടോ. എനിക്ക് ലാവണ്ടറിൻ്റെ പ്ലാന്റ് സെറ്റായത് ഒരെണ്ണം ഞാൻ കഴിഞ്ഞ ദിവസം സെയിലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിർവാണയുടെ സീഡാണ് ഞാൻ എന്താ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചാലും അവിടെ തന്നെ ഇരിക്കും കേട്ടോ. കാരണം നമ്മുടെ പ്ലാന്റ്സിൻ്റെ സീഡ് നമ്മൾ പാകി കുറേ നാൾ വെയിറ്റ് ചെയ്താലേ നമുക്കതിൽ ഫ്ലവർ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ അത്രത്തോളം വെയിറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യാറില്ല. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാവേ ഹാങ്ങിങ് വെങ്കയുടെ കുറേ സീഡ് പൊടിച്ച് കിടക്കുന്നത്. അത് ഇതുവരെയ്ക്കും ഞാൻ മാറ്റി നട്ടിട്ടേ ഇല്ല. നമ്മൾ മാറ്റി നട്ടിട്ടുള്ള നമ്മളെ വെറ്റൂണിയൊക്കെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തായാലും ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. പക്ഷേ സ്ഥലപരിമിതി മൂലം നമ്മൾ അങ്ങനെയും വെച്ചിരിക്കുകയാണ്. എന്തായാലും അധികം നാൾ അങ്ങനെ വച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം പ്ലാന്റ് ഇല്ലാണ്ടായി പോകും. കുഞ്ഞു പോട്ടിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി അതിനൊരു വലിയ പോട്ടിലേക്ക് മാറ്റണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് സ്റ്റാർ ടൈപ്പാണെന്ന് തോന്നുന്നു. നല്ല ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഈ പെറ്റൂനെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ അതിൻ്റെ മണ്ട ഇങ്ങനെ നുള്ളി കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഏതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ചീഞ്ഞ ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടുകൂടി തന്നെ ഞാൻ അതിനങ്ങനെ റിമൂവ് ചെയ്തെടുക്കാറുമുണ്ട്. എനിക്കിതിൻ്റെ ഒരു വയലറ്റ് കളറുണ്ടല്ലോ നമ്മുടെ നൈറ്റ് സ്കൈ, അതുകൂടെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണമെന്നുണ്ട്. നൈറ്റ് സ്കൈ നല്ല പ്ലാന്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. പിന്നെ ഇതൊക്കെ വന്നിട്ട് ഏതൊക്കെയോ കളറാണ് കേട്ടോ. ഏതൊക്കെയോ എന്ന് പറഞ്ഞാൽ റെഡോ ഐവറിയോ രണ്ടിൽ ഏതോ ഒരു കളറാണ്. പക്ഷെ എനിക്ക് കറക്റ്റ് കളർ ഏതാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അത് ഞാൻ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഈ പ്ലാന്റ് സെയിൽ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഏതാണെന്നറിയാണ്ട് നമ്മളെങ്ങനെയാണ് കൊടുക്കുന്നത്. റെഡോ ഐവറിയോ രണ്ടിൽ ഏതായാലും പ്രശ്നം ഇല്ല എന്ന് പറയുന്നവർക്കാണെങ്കിൽ മേ ബി നമുക്ക് കൊടുക്കാം കേട്ടോ. പ്ലാൻസൊക്കെ ഓക്കെ ആയിട്ടിരിപ്പുണ്ട്. പിന്നെ മിക്ക ആൾക്കാരും നമുക്ക് മെസ്സേജ് ചെയ്തിട്ട് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, സീഡ് ജെർമിനേഷനായി വലുതായി എന്നിട്ട് മാറ്റി നടേണ്ട പരുവം കഴിഞ്ഞിട്ട് ഞാൻ ഇതൊരിക്കലും മാറ്റി നട്ടിട്ടില്ല കേട്ടോ. ഭയങ്കര മടിയാണ് എനിക്കിങ്ങനെ സീഡൊക്കെ മാറ്റി നടാനായിട്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജ് ഹായ് നിട്ട ഉടനെ കോള് ചെയ്യണം, തിരുതുരാ കോള് ചെയ്യണം. അങ്ങനെ കോള് ചെയ്യണ്ട. ഞാൻ ഒരു പക്ഷേ ഇന്നാൾക്ക് ഞാൻ കോൾ ഓഫ് ചെയ്തിട്ടിരുന്നതാണ്, ഇൻകമിങ് ഞാൻ നിർത്തിയിട്ടിരുന്നതാണ് കേട്ടോ. പിന്നെ റീസ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ നേരത്തെ ഒരു പോട്ടി മിക്സ് ചെയ്തിട്ട് അതിൽ ഞാൻ പ്ലാന്റ് നട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് ഞാൻ പോട്ടി മിക്സ് എടുക്കുന്നത് ഈ ഒരു സംഭവം ചേർത്തിട്ടാണ് പോട്ടി മിക്സ് ഞാൻ നടുന്നത്. സ്യൂഡോമോണസും പിന്നെ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ DAP പോലെ ഒക്കെയാണ് ഇതിരിക്കുന്നത്. 200 രൂപയാണ് കേട്ടോ 1 കിലോയുടെ പ്രൈസ് വന്നിട്ട്. കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പ്ലാന്റിൻ്റെ ഗ്രോത്തും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് മൂലകങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 സംഭവങ്ങളും ചേർത്തിട്ട് ഞാനിന്നത് ഈ ലാവൻഡർ വൈറ്റ് മില്യൺ ബിൽസിനെ റീപോർട്ട് ചെയ്യാനേ 5-6 വെച്ചിട്ടുള്ള പ്ലാന്റാണ്. റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ റീപോർട്ട് ചെയ്യാൻ ആയിട്ട് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്യൂഡോമോണസൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം വച്ചിരുന്നാൽ നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ അപ്പാടെ തന്നെ എടുത്തിട്ട് പോട്ടി മിക്സിലോട്ട് നടുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജ് ഇട്ട ഉടനെ കോൾ ചെയ്യരുത്. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഓർഡേഴ്സിൻ്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്നതിന് മുമ്പായിട്ട് അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യും. ചിലരുണ്ട് കേട്ടോ, ഇപ്പോൾ ഒരു ഞായറാഴ്ചയൊക്കെ ഓർഡർ ചെയ്തിട്ട് തിങ്കളാഴ്ച ആകുമ്പോൾ കോൾ ചെയ്ത് വിളിച്ചിട്ട് അയച്ചോ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻസ് അയക്കാൻ കേപ്പബിൾ ആയതുകൊണ്ടാണ് നമ്മൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത്. ഒന്നിൽ ആ വീക്ക് തന്നെ അയക്കും. എന്തെങ്കിലും ഹോളിഡേയ്സോ കാര്യങ്ങളൊക്കെ വരണമെങ്കിലാണ് നെക്സ്റ്റ് വീക്കിലോട്ട് നമ്മൾ മാറുന്നത്. നമ്മളൊക്കെ പ്ലാൻസ് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ജനുവരിയിൽ എന്തോ ഓർഡർ ചെയ്ത പ്ലാന്റാണ്. എനിക്കിപ്പോഴാണ് അത് ഫസ്റ്റ് കിട്ടിയപ്പോൾ DTDCയുടെ ഡിലേ മൂലം പ്ലാൻസ് പോയി. ഇപ്പോഴാണ് എനിക്ക് സെക്കൻഡ് ടൈം ഡെലിവറി കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ എന്തോരം അവരെയൊക്കെ പിടിച്ച് കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ ഒരാൾ നമ്മളിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, 10 രൂപയുടെ പ്ലാന്റ് വാങ്ങിയാലും നമുക്ക് സന്തോഷമാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ റീപോർട്ട് ചെയ്ത പ്ലാന്റ്സൊക്കെ. ഇതാണ് ഈ 4 എണ്ണമാണ് കേട്ടോ. വയലറ്റ് ഡബിള്, വൈറ്റ് സിംഗിള്, പിന്നെ ഐവറിയുടെ 2
പൈറ്റൂണിയ 2 മില്ലിമീൽസൊക്കെ ഞാൻ പോട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ 10 രൂപയായാലും നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് വാല്യുബിളായിട്ടുള്ളൊരു എമൗണ്ട് തന്നെയാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാനിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഓർഡേഴ്സ് നമ്മൾ അയക്കുന്നത്. അയക്കുന്നതിന് മുമ്പ് എന്തായാലും നമ്മൾ പിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് തരാറുണ്ട്.